സംസ്ഥാനത്താകെ പനി വ്യാപിക്കുകയാണ്. അതിനിടെ നിപ്പയുടെ കാര്യത്തിൽ ചെറിയ ആശ്വാസമുണ്ട്. നിപ്പ ബാധിച്ച കൂടുതൽ ആളുകളിലേക്ക് വ്യാപനം ഉണ്ടായില്ല എന്നത് ഇന്നലെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരാൾ ആശുപത്രി വിട്ടു. പക്ഷേ ആ 43-കാരൻ നിപ്പ ബാധിച്ച 43-കാരൻ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. വർഷ ഗിരീഷ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. വർഷ, വിപുലമായ സമ്പർക്ക പട്ടികയാണ്. പക്ഷേ ഈ പ്രൈമറി കോണ്ടാക്റ്റിൽ പോലുമുള്ള ആളുകളിൽ പല ആളുകളും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആശുപത്രിയിൽ നിന്നും മടങ്ങുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണല്ലേ? ഒപ്പം തന്നെ ആ 43-കാരന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? അസിത, ഗോകുൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഫറോക്ക് കോളേജ് സ്വദേശിയായ 43-കാരൻ ഇപ്പോഴും നിപ്പ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയും ഇല്ല എന്നതാണ് നമുക്ക് അവസാനം വന്ന വിവരം വരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇവിടെ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ വൈറസ് കൂടുതൽ വ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കൂടുതൽ പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെന്നുള്ളതാണ് ഇവിടെ അപ്പോഴും ആശ്വാസകരമായ കാര്യം. ഇന്നലെ 2 പേരുടെ പരിശോധനാ ഫലം കൂടെ വന്നു, അതും നെഗറ്റീവ് ആണെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അതോടുകൂടി തന്നെ 9 പേരായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. ഇതിൽ 5 പേർ ആശുപത്രി വിട്ടു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണുള്ളത്. ഇപ്പോൾ 4 പേർ മാത്രമാണ് നിരീക്ഷണത്തിൽ തുടരുന്നത്. അതോടൊപ്പം തന്നെ 104 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 4 പേർ ഉയർന്ന റിസ്ക് വിഭാഗത്തിലും 4 പേർ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിലും 16 പേർ ഉയർന്ന റിസ്ക് വിഭാഗത്തിലും 86 പേർ കുറഞ്ഞ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇവരെല്ലാവരും നിലവിൽ ക്വാറന്റൈനിൽ തന്നെയാണുള്ളത്. നിലവിൽ ആർക്കും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു വൈറസിന്റെ ഉത്ഭവ കേന്ദ്രം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഇതുവരെ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല. അതിനായി ഈ നിപ്പ സ്ഥിരീകരിച്ച മേഖലയിലെ ആ പ്രദേശത്തുള്ള വളർത്തുമൃഗങ്ങളുടെയും നായ, പൂച്ച എന്നിവയുടെയും എല്ലാം മൂക്കിലെ സ്രവവും അതോടൊപ്പം തന്നെ വിവിധ വവ്വാലുകളുള്ള മേഖലയിൽ അവയുടെ കാഷ്ടവുമെല്ലാം ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. എന്നാൽ മാത്രം ഇനി കൂടുതൽ വിവരങ്ങൾ, എങ്ങനെ ഇത് വ്യാപിച്ചു എന്നുള്ള വിവരങ്ങളെല്ലാം വരികയുള്ളൂ. ഈ ഒരു ആശ്വാസകരമായ കാര്യമാണ് പറയാനുള്ളത്. എങ്കിലും അപ്പോഴും ഇതിന്റെ ഉത്ഭവം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആശങ്ക നൽകുന്ന കാര്യം. എത്രയും പെട്ടെന്ന് ആ ഉറവിടം കണ്ടെത്തണമെന്നുള്ളതാണ്. കാരണം എല്ലാ വർഷവും ഇങ്ങനെ നിപ്പ കേസുകൾ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഉത്ഭവം എവിടെ നിന്ന് കണ്ടെത്തുക തന്നെയാണ്. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ആ രീതിയിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.